ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ തവണ നമ്മൾ അത്യാവശ്യം ലക്ഷറി കാറായിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യമൊന്നുമല്ല, ലക്ഷറി കാറുകളിൽ അവസാനം എന്ന് വേണം പറയാൻ. നമ്മൾ വന്നിരിക്കുന്ന റോൾസ് റോയ്സ് കൊണ്ടാണ്. ഈ സാധനത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരു കിടുക്കാച്ചി സാധനമാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് സത്യം പറയാലോ ഒരു രക്ഷയില്ല. പിന്നെ പവറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ പവറല്ല മെയിനായിട്ട് നോക്കുന്നത്, ലക്ഷറിയാണ്. പവറും ഉണ്ട്, പവർ ഇല്ല എന്നല്ല, പവറും ഉണ്ട്, സേഫ്റ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു ഉൾഭാഗമാണ്. നമ്മൾ ഇന്ന് പോകുന്നത്, ഞാൻ ഇച്ചിരി ഓഫ് റോഡ് തപ്പി ഇറങ്ങിയാണ് ഗൈസ്. കാരണം ഈ ഒരു പുതിയ കാർ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എനിക്കൊരു ഓഫ് റോഡ് പ്രാന്തുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു കാർ എടുത്തിട്ട് എനിക്ക് ഓഫ് റോഡ് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് പോയി നോക്കാം ഗൈസ്. ഇവിടെ നോക്കി കാണാൻ പറ്റിയ ഞാൻ ഇപ്പോൾ 100 ഇറങ്ങി കേട്ടോ. കാരണം ഇവിടെ അത്യാവശ്യം നല്ല എന്താ പറയുക വളവാണ് ഇറക്കത്തിലായിട്ട്. അവിടെ ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പുതിയ വണ്ടി കൊക്കയിൽ പോയി കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഇതിൽ ഓഫ് റോഡ് എന്ന് പറയുന്നത് വലിയ ഓഫ് റോഡൊന്നും ഇല്ലായിരിക്കും, ചെറിയൊരു ഓഫ് റോഡൊക്കെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇപ്പോൾ ഇടിച്ചേനെ ഞാൻ ഇങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തരം കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഞാൻ പറയത്തില്ല കേട്ടോ വലുതാന്ന്. പിന്നെ നമ്മൾ വലിയ ഓഫ് റോഡ് പിടിക്കത്തുമില്ല, കാരണം പുതിയ വണ്ടിയാണ്, നശിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. എന്നിട്ടും അവിടെ ഇങ്ങനെ വണ്ടി കിടക്കുന്ന കണ്ടപ്പോൾ ഒരാഗ്രഹവും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ, വണ്ടി എന്ന് പറഞ്ഞാൽ കിടുക്കില്ല സാധനമാണ്. കണ്ടില്ലേ, ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അല്ല, അതല്ലെങ്കിൽ അങ്ങനെയാണ്. അതെന്ന് വെച്ചാൽ കയ്യിൽ പെട്ടെന്ന് വണ്ടി നിൽക്കും. ഇവിടെ ഒരു കിടിലൻ വ്യൂ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ വ്യൂ നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് കയറ്റി നിർത്താം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തം വന്ന് കയറി കഴിഞ്ഞാൽ റോൾസ് റോയ്സ് ആണ് ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടില്ലേ ഗൈസ്, കിടിലം എന്നുണ്ടോ. ഒരു വലിയ മലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുരമാണിത് ശരിക്കും പറഞ്ഞാൽ, ചുരം എന്ന് വേണം പറയാൻ. വണ്ടി വരുന്നുണ്ട് കേട്ടോ, ആ വണ്ടി ഒന്ന് പോട്ടെ. ഓക്കെ, ഒരു വണ്ടി കൂടിയും വരുന്നുണ്ട്, അതുകൂടിയും പോട്ടെ. ഓക്കെ, അതും പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കയറാം. ഓക്കെ, ഇവിടെ പിന്നെ ചുരമായതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക ട്രിപ്പ് വരുന്ന ആളുകളുണ്ടാവും. പിന്നെ ഇപ്പം ചുരമായതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി. ഇപ്പോൾ നല്ല തിരക്കുള്ള റോഡാണ്. അപ്പം ഇതെല്ലാം തിരക്കുള്ള റോഡായതുകൊണ്ട് ഇച്ചിരി പണിയായിരിക്കും ഇതിൽ ഓടിക്കാൻ. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓടിച്ച് പോവാം. വലിയ കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഈ വണ്ടീനെ പറ്റി പറയുവാണേ, ഇതിൻ്റെ വൈറ്റ് കളറ് ഇങ്ങനെ എറിച്ച് നിൽക്കും ഗൈസ്. അത് വേറൊരു കാര്യം ഗൈസ്. ഇവിടെ നിന്ന് മേളിലോട്ടുണ്ട്, താഴോട്ടും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മേളിലോട്ട് പോയാൽ പോരെ ഗൈസ്? താഴോട്ട് പോകണോ? പോകണോ? വേണ്ട ഗൈസ്, നമുക്ക് മേളിലോട്ട് തന്നെ പോവാം കേട്ടോ. അങ്ങനെ മേളിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ഓഫ് റോഡൊന്നും അല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം എന്താ പറയുക പാച്ച് വർക്ക് ചെയ്തിട്ടിരിക്കുന്ന റോഡ് പോലാണ്. കട്ടുണ്ട്, പക്ഷെ എന്നാലും ഓഫ് റോഡല്ല, എന്താ പറയുക ഇങ്ങനെ കോൺക്രീറ്റ് റോഡാണ് ഗൈസ്, ടാറിട്ട റോഡല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ വണ്ടി പെട്ടെന്ന് ഇടിക്കും എന്നുള്ളതാണ് അതിലും ഏറ്റവും വലിയ വിഷയം. ഈ വണ്ടിക്ക് കാണുന്ന പോലെ കാണുമ്പോൾ ഹൈറ്റൊക്കെ നമുക്ക് തോന്നിക്കുമെങ്കിലും ഈ വണ്ടിക്ക് അത്രയ്ക്ക് ഹൈറ്റൊന്നും ഇല്ല. ഇടിച്ചടാ റോൾസ് റോയ്സ് കേസ്. നല്ലൊരു ഇടിയാണ് വണ്ടിക്കിട്ട് ഇടിച്ചത്. അത് വിഷയമില്ല കേസ്, ഡാമേജ് അത്രയ്ക്കായിട്ടില്ല. പിന്നെ ചെറിയൊരു ഇടിയാണ്, വിഷയമില്ല കേസ്. ചെറിയ ഇടിയൊന്നും വലിയ വിഷയമില്ല, അതൊന്നും ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ വലിയ ഇടികൾ കിട്ടായിരുന്നാൽ മതി. കാരണം ഈ വണ്ടി പണിയണേ നല്ല പൈസയാവും, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് പകുതി കയറ്റമാണ്, ഈ ഒരു റോഡെന്ന് പറയുന്ന പകുതിയും കയറ്റങ്ങളാണ്. അതാണ് അതിലും വലിയൊരു വിഷയം. കാരണം നമ്മൾ കയറ്റം കയറി വരുമ്പോൾ പല വണ്ടിയും കാണത്തില്ല. നിങ്ങൾക്ക് ഗൈസ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഓഫ് റോഡ് റോഡും താരോട്ടും റോഡുണ്ട്.
നമ്മളെന്തിനാണ് വന്നത്? ഓഫ് റോഡിനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ് റോഡ് തിരഞ്ഞെടുക്കുവാണ്. ഈ സ്കൂൾ ചിന്തിക്കാനൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, എന്നാൽ പിന്നെ ഈ റോഡ് അങ്ങ് പോയേക്കാം. അയ്യോ, നല്ലോണം വണ്ടിക്ക് അടി ഇടിക്കുന്നുണ്ട്. മറ്റേ റോഡിൽ ഇടിച്ചു തുടങ്ങിയായിരുന്നു, ഇവിടെ വന്നപ്പോൾ അതിലും ഇടിക്കുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി പെട്ട് കിടക്കുന്നുണ്ട്. ഒരു ബെൻസാണ്, ടാക്സിയാണ്. നമുക്ക് ഈ വണ്ടി ടാക്സി ആക്കിയാലോ? ചിന്തിക്കാവുന്ന കാര്യമാണ്. കയറ്റം കയറാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് ചവിട്ടാത്തതിൻ്റെ കാരണം മെല്ലെ കയറിയാൽ മതി. കയറ്റമൊക്കെ കട്ടറായതുകൊണ്ട് വണ്ടി ഇടിച്ച് കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. ഇതിലെ ബസ്സൊക്കെ വരുന്നുണ്ട്. ബസ്സൊക്കെ എങ്ങനെ കയറി പോവാവോ? അടുത്ത നമ്മൾ ഇതേപോലത്തെ ഒരു ഓഫ് റോഡിൽ കൂടെ വോൾവോ ഓടിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ വലിയൊരു കയറ്റം വന്നിട്ടുണ്ട്. ഇതും വലിയ വിഷയമില്ലാതെ കയറി പോകുന്നുണ്ട്. ഞാൻ വലിയായിട്ട് ചവിട്ടുന്നില്ല കേട്ടോ. മഴ വന്നിട്ടുണ്ട് ഗൈസ്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടു. ചള്ളയായിക്കഴിഞ്ഞാൽ വണ്ടി കയറത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ചള്ളയായിക്കഴിഞ്ഞാൽ വണ്ടി കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറിയല്ല. നമ്മൾ ഈ വണ്ടി എടുത്തപ്പം ഈ വണ്ടി നല്ല വിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല രീതിക്ക് അറിയാൻ കഴിയും ഈ വണ്ടിയൊക്കെ ഇടിച്ചതിന് എത്രമാത്രം വിലയാവും മാറ്റണമെങ്കിൽ ഓരോ സാധനത്തിന്. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് അത്രയും പറപ്പിക്കാൻ പറ്റത്തില്ല. ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ അത്രയും സ്പീഡ് എടുക്കുന്നില്ല. മെല്ലെ പോയാൽ പോരെ, നമുക്കങ്ങനെ. ഓക്കെ, അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. വരുന്ന വഴിക്കൊരു വലിയ വളവ് കണ്ടു. ഞാൻ നിർത്തിയാണ്. കാരണം ഇവിടെ നിർത്തി എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒരു ബസ് കയറിപ്പോയായിരുന്നു. എന്നെ തൊട്ടില്ലെന്ന് പറഞ്ഞാണ് ആ ബസ് കയറിപ്പോയത്. ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് അവിടെ നിർത്തിയത് ആ വണ്ടി. ഡിഫൻഡറൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് അതിനൊന്നും വലിയ കുലുക്കമില്ല, കയറിപ്പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ വണ്ടി അങ്ങനെയല്ല. അവിടെ എന്താണ് ഇത്രയ്ക്ക് വലിയ ബ്ലോക്ക്? എന്താണാവോ? ഓക്കെ, നമുക്ക് അടുത്തോട്ട് ഒന്ന് നോക്കാം. ഒരു ബെൻസ് ഇടിച്ച് കിടക്കുന്നതാ. നമുക്കിവിടെ പാർക്ക് ചെയ്യണ്ട കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്കിട്ട് ഏതെങ്കിലും വന്ന് കയറും. ഓക്കെ. ബെൻസിൻ്റെ ബാക്കിലായിട്ട് പെട്ടി ഓട്ടോറിക്ഷയൊക്കെ ഇടിച്ച് കിടക്കുകയാണ് ഗൈസ്. അതാണ് ഇത്രയ്ക്ക് ബ്ലോക്ക്. ഓക്കെ, ഇവിടെ വലിയ വളവാണ്. വളവിലെല്ലാം വണ്ടി കിടക്കുന്നതുകൊണ്ട് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പ്രയാസമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രയാസം. ഓക്കെ, ഒരു വിധത്തിൽ ആ ഒരു മഴ പോയിട്ടുണ്ട്. മഴ പോയപ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട് ഗൈസ്. കാരണം വേറൊന്നും കൊണ്ടുമല്ല, ചള്ളയൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി പറപ്പിച്ച് വിട്ടാലും ഇനി പിടിച്ചാൽ നിൽക്കും. ഇവിടെ ഒരു ടാറ്റ. ഇതേതാണ് ഗൈസ്? ഹാരിയറാണോ? ഇത് നെസ്സോണാണോ ഹാരിയറാണോ? ഈ ടാറ്റേൻ്റെ ഏതൊരു വണ്ടി ഇവിടെ പെട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ അതുപോലെ വീണ്ടും വേറൊരു വണ്ടിയും പെട്ട് കിടക്കുന്നുണ്ട്. ഹൈറ്റ് കുറഞ്ഞ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പെടും, അത് ഉറപ്പാണ്. ഇടിച്ചടാ. അത് പക്ഷേ വലിയ ഡാമേജ് ഉണ്ടാക്കാത്ത ടൈപ്പ് ഇടിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അത് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്ന ടൈപ്പല്ല. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഞാൻ ഇതായിട്ട് വേറെ വണ്ടിയൊന്നും വരുന്ന കണ്ടില്ലല്ലോ. സാധാരണ പറഞ്ഞപ്പോഴത്തേക്ക് വന്നല്ലോ. ഇത് കണ്ടില്ലേ, ഡിഫൻഡറൊക്കെ ചുമ്മാ ചാടിയും മറിഞ്ഞൊക്കെ പോകും. പക്ഷെ നമ്മുടെ വണ്ടി അങ്ങനെ അല്ല. നമുക്ക് ഏതെങ്കിലും ഉടഞ്ഞൊരു ഓഫ് റോഡ് വണ്ടി മേടിക്കണം. നോക്കാം, ഫോർച്യൂണറോ എൻഡ്രൈവറോ അങ്ങനെ വല്ലവരെണ്ണം മേടിക്കാം. ഓക്കെ, ഈ കട്ട് റോഡിൽ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കല്ലുണ്ടെങ്കിൽ വണ്ടീൻ്റെ ബമ്പർ ഉരയാൻ സാധ്യതയുണ്ട്. ഉരഞ്ഞാൽ അത്രയും ഭാഗത്തെ പെയിൻറ്റ് പോവും. അതാണ് മെയിനായിട്ടുള്ളൊരു വിഷയം. എൻ്റെ പൊന്നോ, നാനോക്കിട്ട് ഇപ്പോൾ ഇടിച്ചേനെ. ഓക്കെ, ഇവിടെ ഒരു കയറ്റം വന്നു. ഇതുപോലത്തെ പുല്ലിൽ കൂടെ പോയി കഴിഞ്ഞാൽ കട്ടറില്ല കേട്ടോ അത്രയ്ക്ക്. കണ്ടില്ലേ, അത്യാവശ്യം സ്മൂത്തായിട്ട് പുല്ലിൽ കൂടെ കയറിപ്പോകാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് കയറുമ്പോൾ കണ്ടോ ഈ റോഡ് ഇങ്ങനെ കട്ടറാ. പക്ഷെ നമ്മൾ പുല്ലിലോട്ട് കയറുമ്പോൾ കണ്ടോ സ്മൂത്തായിട്ട് പോവും. എന്താണ് അത്? കാറ്. ഒരു ബെൻസാണ് ഗൈസ്. വീണ്ടും മഴയും പെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ വിട്ടത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. എൻ്റെ പൊന്നോ, ഡേഞ്ചറസ്.
നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗായ്സ്.